ഒരു പുതിയ ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹോം ടൂർ എപ്പിസോഡ് ഓൾറെഡി എപ്പിസോഡ്സ് നമ്മൾ ഒരുപാട് എടുത്തു അല്ലേ. ഹോം ടൂർ നമ്മുടെ മൈൽ സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഹോം ടൂർ എടുക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഹോം ടൂർ എങ്ങനെ എടുക്കണം എന്നുള്ള ഐഡിയ ഒന്നുമില്ല. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ട് ഞാൻ വന്നിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഹോം ടൂർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്ന ഹോം ടൂർ ഈ വ്യക്തിയുടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കിട്ടിക്കൻ ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇതാരുടെ ഫ്ലാറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ പ്രിയങ്കരൻ, നമ്മുടെയൊക്കെ ഇന്റർവ്യൂ കിങ് ധ്യാൻ ശ്രീനിവാസൻ, ധ്യാൻ ചേട്ടന്റെ ഫ്ലാറ്റ് ആണിത്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അകത്ത് പോയിട്ട് നോക്കാം. ധ്യാൻ ചേട്ടനെ ഞാൻ അതിന്റെ അകത്തിരുത്തിയേക്കാം. ഞാൻ വന്ന് തട്ടിയിട്ട് തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുന്നാണല്ലോ. നമുക്ക് എന്തായാലും ധ്യാൻ ചേട്ടനെ വിളിക്കാം. മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും. ഹായ് ധ്യാൻ ശ്രീനിവാസൻ ദ ഡോൺ. സ്കൂൾ ടൂർ, കോളേജ് ടൂർ, എന്താണ് ഹോം ടൂർ? ഹോം ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടൊക്കെ കണ്ട് നിന്ന് ഇങ്ങനെ ടൂർ പോലെ ഇങ്ങനെ ആസ്വദിക്കാന്നുള്ളതാണ്. വീടൊക്കെ ആയിരിക്കും ധ്യാൻ ചേട്ടൻ വീട് മൊത്തം തന്നിട്ട് പോവാന്ന് പറയണേ. ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ പുറത്തുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് ധ്യാൻ ചേട്ടൻ ഇല്ലേ? ഇല്ല, ഞാനില്ല. ടൂർ കഴിഞ്ഞിട്ട് വരുമ്പോ ഞാൻ വിളിച്ചാൽ മതി. ടൂർ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുണ്ടാവും കേട്ടോ. ഗൈസ്, ധ്യാൻ ചേട്ടൻ പോയി ഗൈസ്. ഓക്കെ, അപ്പം ഇനി ഈ വീട് മൊത്തം നമ്മൾ മാത്രമേ ഉള്ളൂ. ധ്യാൻ ചേട്ടൻ വീട് ഫുൾ കൺട്രോൾ എന്നെ ഏൽപ്പിച്ചിട്ട് ധ്യാൻ ചേട്ടൻ ഇവിടെ നിന്ന് പോയി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷുവിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനാണ് ആക്ച്വലി വന്നത്. അപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ ഫ്ലാറ്റിലായിരുന്നു നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയത്. അപ്പോൾ കിട്ടുക്കൻ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫ്ലാറ്റ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു, ചേട്ടാ ഇതിൻ്റെ ഒരു ഹോം ടൂർ എടുത്തോട്ടെ, കാരണം ഞങ്ങൾക്കൊരു ഭയങ്കര ഇഷ്ടമായി ഇതിന് ഇൻറ്റീരിയറും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ധ്യാൻ ചേട്ടൻ പറഞ്ഞു ആയിക്കോട്ടെ. പക്ഷേ ധ്യാൻ ചേട്ടൻ ഇത്തിരി തിരക്കുള്ളത് കൊണ്ട് എന്തോ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളോ എന്തോ തിരക്കൊക്കെ ആയിട്ട് ധ്യാൻ ചേട്ടന് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ ആൾ ഇന്നിവിടെ നിന്ന് ഫുൾ കൗണ്ടർ അടിച്ച് നമുക്ക് ഈ ഫ്ലാറ്റ് മൊത്തം കാണിച്ചു തന്നേനെ. ആദ്യമായിട്ടായിരിക്കും ഒരു ഹോം ടൂർ അതിൻ്റെ ഓണർ ഇല്ലാതെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ധ്യാൻ ചേട്ടൻ ഫുൾ ഫ്രീഡം എനിക്ക് തന്നിട്ട് പോയതുകൊണ്ട് നമുക്ക് ഇന്ന് ഫുൾ ഇവിടെ മൊത്തം കാണാം. അപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ ഫ്ലാറ്റ് കയറുമ്പോൾ തന്നെ എൻട്രൻസിലുള്ള ലിവിങ് ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു TV പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഏതോ വലിയൊരു സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുൾ ജാമിങ് ആണെന്ന് തോന്നുന്നു ധ്യാൻ ചേട്ടൻ. അതുപോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് സോഫാസ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 2 കളർ കോൺട്രാസ്റ്റിലാണ് ഇതിൻ്റെ സോഫാസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഡെക്കറേഷൻ ആയിട്ട് വെച്ചേക്കുന്ന ഐറ്റംസും വാൾ പെയിന്റിങ്സ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും അർത്ഥങ്ങളൊക്കെ ഉള്ള വലിയ വലിയ എന്തൊക്കെയോ ഫ്രെയിംസ് ആണ് ഇതൊക്കെ. ധ്യാൻ ചേട്ടന് പോലും അറിയണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കണായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇതാ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു TV പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് ബാർ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ ഇത് നല്ല രസമുണ്ട്. ഇത് ആക്ച്വലി മാഗ്നറ്റ് ആണ്. നമ്മളിങ്ങനെ വെറുതെ അയ്യോ ധ്യാൻ ചേട്ടൻ എന്നെ കൊല്ലും നശിപ്പിച്ച കണ്ടോ. അപ്പോൾ ഇതൊരു മാഗ്നറ്റിൻ്റെ ഭയങ്കര വലിയ എന്തോ സംഭവമാണ്. ധ്യാൻ ചേട്ടൻ പോലും അറിയണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയും, കാരണം ധ്യാൻ ചേട്ടൻ അറിയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്ത് സ്പീക്കറാണെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ കയ്യിലൊക്കെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്പീക്കർ കാണുന്നത്. ധ്യാൻ ചേട്ടൻ അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഫാൻ, കാറ്റ് കൊള്ളണമല്ലോ. അപ്പോൾ പിന്നെ TV ഒക്കെ കാണുന്ന ഇവിടെ നിന്ന് ആയതുകൊണ്ട് കിടന്നും ഇരുന്നും ഒക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കാണാം. ഞാനിവിടെ ഒന്ന് ഇരുന്ന് നോക്കാം. നല്ല സോഫയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ലിവിങ് ഏരിയ ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആര് കയറി വരുമ്പോഴും ഫസ്റ്റ് കാണുന്നത് ലിവിങ് ഏരിയ ആണല്ലേ. അപ്പോൾ ആ ലിവിങ് ഏരിയ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഫുൾ സെറ്റ് ചെയ്തത്. അതും ലൈറ്റൊക്കെ എടുത്ത് പറയണം. ഇവിടെ മേളിൽ ഹാങ് ചെയ്തിട്ടുള്ള ലൈറ്റ്സും അതുപോലെ തന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് എല്ലാം ഭയങ്കര ഭയങ്കര രസമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ TVയുടെ ബാക്കിലുള്ള ഈ വോളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നോർമൽ വോളല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ വോളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു ലിവിങ് ഏരിയയുടെ ഇത് വരുന്നത്. കേർട്ടൻസ് ഒക്കെ ആ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കേർട്ടൻ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെയും കുറേ ഫ്ലവർ വേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ വേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്ക്, അത് കരിഞ്ഞിരിക്കുകയാണോ അതോ എൻ്റെ ഫ്ലവർ ആണെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇത് കരിഞ്ഞിരിക്കുകയാണോ നോക്കാം. അല്ല കേട്ടോ, ഇത് ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ഇവിടെയും ഒരു ഫ്ലവർ വേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് സെറ്റ്. നോർമൽ നമ്മളൊരു വീടുകളിൽ നിന്നൊക്കെ കാണുന്നതിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാം ശരിയാക്കിയിട്ടുള്ളത്. ഇവിടെ 2 കിളികളുടെ സംഭവങ്ങളും ഇതൊക്കെ ഈ ലാമ്പാണെന്ന് തോന്നുന്നു. യെസ്, ലാമ്പാണ്. ഇത് കണക്ട് ചെയ്തിട്ടില്ല.
എല്ലാം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ധ്യാൻ ചേട്ടൻ്റെ ലിവിങ് ഏരിയ. ഇവിടെ ഇരുന്നിട്ടാണ് ധ്യാൻ ചേട്ടൻ നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് മോളായിട്ട് സിനിമ കാണുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ മേ ബി അവർ ഇവിടെ ഇരുന്നിട്ടായിരിക്കും സിനിമയൊക്കെ കാണുന്നുണ്ടാവുക. ഇനി നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഡയറക്റ്റ് പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഫ്ലാറ്റിൻ്റെ ഇതിൽ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇത് ആക്ച്വലി 2 BHK ഫ്ലാറ്റാണ്. പക്ഷേ നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷനാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും. അയ്യോ ഇങ്ങനെ യെസ്, ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഗ്ലാസിൻ്റെ ഭയങ്കര രസമുള്ള ഒരു പാർട്ടീഷനാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ വീടുകളുടെയൊക്കെ ഒരു ട്രെൻഡ് ആയിരിക്കും നമ്മൾ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴുള്ള പാർട്ടീഷൻ. അതൊക്കെ നോർമലി ഇപ്പം നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ TV കാണുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഡോറൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. മേ ബി അങ്ങനത്തെ ഒരു ഐഡിയയിലൊക്കെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് പാർട്ടീഷൻ. ഇവിടെ നിന്ന് നേരെ വരുന്നത് ഇവിടെ ഒരു വോളാണ്. ഭയങ്കര വലിയൊരു ക്ലോക്ക് കേട്ടോ. സമയം ഭയങ്കര നോക്കുന്ന ഒരാളാണ് നമ്മുടെ ധ്യാൻ ചേട്ടൻ. സമയത്തിനൊക്കെ വില കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ വലിയൊരു ക്ലോക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്നൊക്കെ അറിയാൻ പാടില്ല. എന്തായാലും നമ്മുടെ ജഗദീഷ് ചേട്ടൻ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഭയങ്കര വിജൃംഭിച്ച വാക്കുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര വിജൃംഭിച്ച ഒരു ക്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര വലിയൊരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നോർമലി വോളാണ് കണ്ടത്. ഇവിടെ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വാൾപേപ്പറാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ലൊരു ഡിസൈനിലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റാൻഡും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരിക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയേഴ്സും നല്ലൊരു ടേബിളൊക്കെ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇരുന്ന് നോക്കാം. ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒരു ചായ ഇട്ട് തരാൻ പറയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന ടൈമിൽ നമുക്കൊരു ചായ ഇട്ട് തന്നായിരുന്നു. പാവം ചായ ഇട്ട് തന്നു, ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ വാങ്ങി തന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക. ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഒരു ചായയും കൂടി ഇട്ട് തരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെൽപ്പിന് ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. ആക്ച്വലി ആ ചേച്ചിയാണ് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ വരണേ. നല്ല ബ്യൂട്ടിഫുൾ, നല്ല ചെയറാണ്. വെച്ചാൽ എല്ലാം ഇപ്പോൾ ചെയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പല തരത്തിലുള്ള ചെയേഴ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണല്ലേ നമ്മൾ വെക്കുന്നുണ്ടാവുക. ഇപ്പോൾ സോഫാസ് ആണെങ്കിലും ഇതുപോലെ ഡൈനിങ് ഏരിയയിൽ വരുന്ന ചെയേഴ്സ് എല്ലാം. അപ്പോൾ ഇതും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചെയറാണ്. അതുപോലെ തന്നെ ഇത് മാർബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അല്ലേ? യെസ്, അതിൽ നിന്ന് ക്യാമറ ചേട്ടൻ പറഞ്ഞു. ഓക്കെ, മാർബിളാണ്. മാർബിളിൻ്റെ ആണ് ഡൈനിങ് ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ സാധനം. ഇനി ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അട്രാക്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ബാൽക്കണി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ബാൽക്കണി തന്നെയായിരിക്കും. നമുക്ക് ഭയങ്കര നിർബന്ധം നമ്മൾ പറയും എനിക്ക് ഈ വ്യൂ ഉള്ള, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ പല രീതിയിലുള്ള ബാൽക്കണി വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും ഈവനിങ്ങിനൊക്കെ ഇരിക്കാനും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫ്ലാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ബാൽക്കണിയിൽ തന്നെയായിരിക്കും. അപ്പോൾ യെസ്, നമുക്ക് തുറക്കാം. ഭയങ്കര അടിപൊളി വ്യൂ ആണ്. അയ്യോ, ഇതെങ്ങനെ തുറക്കണേ? ഇങ്ങോട്ടാ, ഇത് ലോക്കാ. ഒന്നും കൂടെ. ഇതൊന്നും ഇടല്ലേട്ടാ, ഇടരുത് പ്ലീസ്. സോറി, ഇതെങ്ങനെ തുറക്കണ്ടേന്ന് അറിയില്ലായിരുന്നു. തുറന്നപ്പോൾ തന്നെ നല്ല കാറ്റ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി. നമുക്ക് കിട്ടില്ലൻ വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് എല്ലാ കാഴ്ചയും കാണാം. ഇത് ആക്ച്വലി ട്രിവാൻഡ്രത്തെയാണ് ഈ ഫ്ലാറ്റ് ധ്യാൻ ചേട്ടൻ്റെ. അപ്പോൾ ഒട്ടുമിക്ക ട്രിവാൻഡ്രം മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. യെസ്, അവരെ കാണിച്ചു. ഇതാണ് വ്യൂ. ഇവിടെ ദേ വോളിൽ ഇങ്ങനെ ഇവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒന്നും വേണ്ട, ബിക്കോസ് ബാൽക്കണി എന്ന് പറയുമ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഇരുട്ട് ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരു ലൈറ്റ് ഇങ്ങനെ 4 ലെയറിൽ വരുന്ന ഒരു ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഓക്കെ, ഇവിടെയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് വോളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്.
അതായത് ഓരോ സ്ഥലങ്ങളും എങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് വെക്കാം, അതായത് പ്ലെയിൻ ആക്കാതെ ലൈക്ക് ജസ്റ്റ് പ്ലെയിൻ വോൾ അല്ലാതെ അവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് ചേച്ചിയായിട്ട് മോളൊക്കെ ആയിട്ട് ധ്യാൻ ചേട്ടൻ ഇവിടെ നിന്നായിരിക്കും ചായ കുടിക്കുന്നുണ്ടാവാം. ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ, നമ്മുടെ എല്ലാ എന്താ മേ ബി കുറേ സംസാരിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാൽക്കണി വ്യൂ. എനിക്കൊന്നും റൂംസിലൊക്കെ ബാൽക്കണി ഉണ്ട്, പക്ഷേ ഏറ്റവും എല്ലാ ഫ്ലാറ്റിലും കാണുന്ന പോലെ മെയിൻ ബാൽക്കണി ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്നു. ഇവിടെയും ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ, പക്ഷെ നല്ല മെറ്റൽ എന്തോ ആണ് ഇത് സംഭവം. അതും നല്ല ഈ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ആക്ച്വലി ഹെയർ ഡെക്കറേഷനൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇത് എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അവിടെ നമ്മൾ ഗ്ലാസ് പാർട്ടീഷനാണ് കണ്ടത്, പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും മിറർ വെച്ചിട്ടുള്ളൊരു പാർട്ടീഷനാണ് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ഭംഗിയൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഫുൾ ഇങ്ങനെ ബോക്സ് രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു കളർ പാറ്റേണിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നല്ല രസമില്ലേ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കണ്ണാടി നോക്കാം. നമ്മൾ റൂമിൽ നിന്നൊക്കെ ഒരുങ്ങി വേഗം പെട്ടെന്നൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ പോവാം. പക്ഷെ എന്തായാലും നല്ല ഐഡിയ ആയിട്ടുണ്ട്. 2 പാർട്ടീഷനും, ആ ഗ്ലാസിൻ്റെ പാർട്ടീഷനും ഈ മിററിൻ്റെ പാർട്ടീഷനും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് വരുമ്പോൾ ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ 2 സോഫാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ധ്യാൻജി വെള്ളം അടിക്കുന്നതെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു JD ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ആ ജാക്ക് ഡാനിയൽ ഒന്ന് സൂം ചെയ്യും. ഇവിടെ ഒരു JD ഇരിപ്പുണ്ട്. അത് ധ്യാൻ ചേട്ടൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ധ്യാൻ ചേട്ടൻ എന്തായാലും ഇവിടെ നടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് അങ്ങനത്തെ കലാപരിപാടികളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഇവിടെ 2 സോഫാസ് വെച്ചിട്ടുണ്ട്. ഇവിടെയും ആക്ച്വലി ഒരു ബാൽക്കണി ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. അവിടെ ഒരു ട്രെഡ്മില്ല് വെച്ചിട്ടുണ്ട്. ഓടുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. കാരണം ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞു മടിയാണ്, വർക്കൗട്ട് ചെയ്യാനൊക്കെ ചില സമയം ഭയങ്കര മടിയാണെന്ന് പറഞ്ഞു. മേ ബി ചേച്ചിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അറിയില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ട്രെഡ്മില്ലും വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇവിടെയാണ് വാഷ് ഏരിയ വരിക. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു മിറർ, അതായത് ഒരു സൈഡിലേക്കാണ് മിറർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു വാഷ് ബേസിനുമാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയും ഒരു പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഇവിടുത്തെ വോളാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാഷ് ഏരിയയും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൈ കഴുകിയിട്ടൊക്കെ കൈയൊക്കെ കഴുകി പയ്യെ പോവാം. അപ്പം നമ്മൾ വാഷ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വോളുണ്ട്. ഈ വോളിൽ നിറച്ചും ലൈക്ക് ഫോട്ടോ ഫ്രെയിംസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ലൈക്ക് ഹോം ഇസ് വെയർ യു വൈഫൈ കണക്ട്സ് ഓട്ടോമാറ്റിക്കലി. കറക്റ്റ് അല്ലേ? നമ്മൾ എപ്പോൾ നമ്മുടെ വീട്ടിൽ വൈഫൈ ഉള്ള വീട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൈഫൈ കണക്റ്റ് ആവും. യെസ്, അതുപോലെ തന്നെ ഇവിടെയും ഒരു കോട്ടിലൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. കുറേ ഫ്രെയിംസ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വോൾ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിൽ മിക്കതും അങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല ഇരിക്കുന്നത്. അവരെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പ്ലേസ് ചെയ്തിട്ട് അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും എന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള വീടും ഒക്കെ ഫാഷൻ ആണെങ്കിലും ഇത് വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലാറ്റ് 2 BHK ആണ്. അപ്പോൾ 2 ബെഡ്റൂംസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് വരുന്നത്. അതായത് നമ്മൾ വാഷ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ 2 ബെഡ്റൂംസും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഈ ബെഡ്റൂമിലേക്ക് നോക്കാം. ഈ ബെഡ്റൂം കണ്ടിട്ട് ഏകദേശം ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാധ്യയുടെ ബെഡ്റൂമാണിത്. അവൾ ഒറ്റയ്ക്ക് കിടക്കാറൊന്നും ആയിട്ടുണ്ടാവില്ല, പക്ഷേ മുന്നേ പ്ലാൻ ചെയ്ത് അവൾക്ക് വേണ്ടിയുള്ള റൂമാണിത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാൾപേപ്പറും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ലൈക്ക് അവിടെ നമ്മൾ നേരത്തെ കണ്ടില്ല എല്ലാം, അതായത് ഒരു റൂമിൻ്റെ ഒരു വാള് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെയും ഇതൊരു വാൾപേപ്പറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആരാധ്യ കുട്ടിക്ക് കാണാനായിട്ട് ഒരു TV നമ്മുടെ ധ്യാൻ ചേട്ടൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. അവൾക്ക് ഈ സിനിമകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് ചേട്ടൻ പറയുന്നുണ്ടായല്ലോ. അപ്പോൾ അവൾക്ക് കിടന്നും ഇരുന്നും ഒക്കെ അവളുടെ ബെഡ്റൂം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു TVയും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ ഇങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നതാ. അവളുടെ സ്നാക്സും കുഞ്ഞ് ബാഗൊക്കെ ഉണ്ട് ഇവിടെ, നല്ല ബാഗ്. അവളുടെ കുഞ്ഞ് മാസ്കും. യെസ്, അപ്പോൾ ഇത് ആരാധ്യയുടെ റൂം തന്നെയാണ് ഗൈസ്, ഉറപ്പിച്ചോ. യെസ്, അപ്പോൾ അവളുടെ ഒരു ബെഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ലാമ്പ് ഉണ്ട്, നമുക്കിത് കത്തിച്ച് നോക്കാം. യെസ്, ഒരു ബെഡ്റൂമിൻ്റെ സൈഡിൽ നമ്മളെപ്പോഴും വെക്കുന്ന പോലത്തെ ഒരു ലാമ്പ് ഉണ്ട്. അത് യൂണിക്കോൺ ആണോ? യെസ്, യൂണിക്കോണിൻ്റെ ഒരു ലാമ്പും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും
അതായത് ഈ ഫ്ലാറ്റിലെ ഏറ്റവും വലിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലൈറ്റ്സും ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ 2 ലൈറ്റ്സ് ആണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വാം ടോൺ ആണ്. ഞാൻ ഓക്കെ, എല്ലാം വാം ലൈറ്റ് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂം കംപ്ലീറ്റ് വാം ലൈറ്റ് ആണ്. ഈ ലൈറ്റും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. മേളിൽ കാണുന്നതും ഈ 2 ലൈറ്റ്സും വാം ലൈറ്റ് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള 2 ലൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ സ്ലൈഡിങ് കബോർഡ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്, നമ്മുടെ ആരാധ്യ കുട്ടിയുടെ ബാത്റൂം. യെസ്, ഇത് അവളുടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു യൂണിക്കോൺ ഫാനാന്ന് തോന്നുന്നു. ഫുൾ അവിടെ ലൈറ്റും ഇതാ അടുത്ത യൂണിക്കോണിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇത് അവിടെ ഒരു മിക്കി മൗസിൻ്റെ, അപ്പോൾ ഇത് അവളുടെ റൂം തന്നെയാണ്. യെസ്, അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞി ബാത്റൂം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത് ആരാധ്യയുടെ ബെഡ്റൂം ആണെങ്കിൽ ഇത് ഷുവറായിട്ടും ധ്യാൻ ചേട്ടൻ്റെയും അർപ്പിത ചേച്ചിയുടെയും ബെഡ്റൂം ആയിരിക്കും. യെസ്, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ഫ്ലാറ്റിലെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ലൈക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ. ഇതിവിടെ ഒരു വലിയ മിററും ഉണ്ട്. യെസ്, ഇത് ഡ്രസ്സിങ് സ്പേസ് ആണ്. നമുക്ക് ഇവിടെ ഡ്രസ്സ് ചെയ്തിട്ട് മിററിലൊക്കെ നോക്കാം. സ്ലൈഡിങ് കബോർഡ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരിക. എല്ലാം വാം ലൈറ്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ലൈറ്റ് ആയിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. അപ്പോൾ വാം ലൈറ്റ് ആണ്. അപ്പോൾ ആ റൂമിലും TV സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ വാം ലൈറ്റ് ആണ്, എല്ലാ ലൈറ്റ്സും വാം ലൈറ്റ് ആണ്. നല്ല രസമുണ്ട്. ഇവിടെയും ഒരു മിറർ രീതിയിൽ തന്നെയാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പം ആരാധ്യയുടെ റൂമിലും ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. നല്ല കാറ്റുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന്. യെസ്, കമോൺ. അപ്പോൾ ധ്യാൻ ചേട്ടനും അർപ്പിത ചേച്ചിയും വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആയിരിക്കും. കിട്ടില്ല വ്യൂ ആട്ടോ. ഓൾറെഡി ഇപ്പോൾ ഈവനിങ് ആയി, നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ്സും എല്ലാം ഇട്ടിട്ട് ഭയങ്കര രസമുണ്ട്, നല്ല കാറ്റുണ്ട്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ വാക്ക് ചെയ്യാം ബാൽക്കണിയിലോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബാൽക്കണിയുടെ സ്പേസ്. കാരണം നമ്മൾ നോർമലി ഇപ്പോൾ ഇത്രയും തൊട്ട് ഇത്രയും വരെ ആയിരിക്കും ബാൽക്കണീസ് കാണുന്നുണ്ടാവുക. ഇവിടെ നമുക്കിങ്ങനെ കറങ്ങി എനിക്ക് തോന്നുന്നു അപ്പുറത്ത് വരാം. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതിൽ കൂടെ കറങ്ങി ഇവിടെ വരാമെന്ന്. ഇതാ ഇവിടെ തേങ്ങയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്, തേങ്ങയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. വാവ്, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബാൽക്കണിയിൽ നമുക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ എത്താൻ പറ്റും. അപ്പം ലൈക്ക് ഇപ്പോൾ അവൾക്ക് ആരാധിക്കാണെങ്കിലും ഫുൾ ബാൽക്കണിയിൽ ഇങ്ങനെ ഓടി കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ചെയേഴ്സാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര നല്ല രീതിയിലുള്ളതാ. തേങ്ങയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ ആട്ടാനാണ്. വെളിച്ചെണ്ണ ആട്ടാനാണോന്ന് അറിയില്ല. കാരണം തേങ്ങ ഉണക്കി കഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണ ആട്ടണതിന് മുന്നേ ഇങ്ങനെ കൊത്തി വെക്കാറുണ്ട്. വെളിച്ചെണ്ണ ഇതൊക്കെ എടുത്ത് തിന്നെന്ന് പറഞ്ഞാൽ ധ്യാൻ ചേട്ടനെ കൊല്ലും. ഓക്കെ, യെസ്, അർപ്പിതയുടെ 2 ചീപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. അപ്പം ഇതാണ് വലിയ ബാൽക്കണിയുള്ള ധ്യാൻ ചേട്ടൻ്റെ റൂം. അപ്പോൾ 2 ബെഡ്റൂംസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് നിൽക്കുന്നത് കിച്ചണാണ്. കിച്ചണും കൂടിയാണ് നമുക്ക് ഇനി ബാക്കി കാണാനുള്ളത്. ഓക്കെ, ഇവിടെ വൈറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വാം ലൈറ്റ്സ് കണ്ടുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് വൈറ്റ് ലൈറ്റ് കണ്ടപ്പോഴേക്കും എന്താ പോലെ. അപ്പോൾ എനിക്കൊന്ന് കുഞ്ഞ് സ്പേസിൽ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ഈ കിച്ചൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇവിടെയാണ് ഫ്രിഡ്ജും ഓവനും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ നമ്മുടെ ചേച്ചി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഇതാ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ആൽമണ്ട്, ചായപ്പൊടി ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസും എല്ലാം ഇവിടെ തന്നെ.